DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. പവന് 120 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 1,11,100 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 15 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു ഗ്രാമിന് 13,875 രൂപയായി. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിനിടെ 11 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റും വീശിയേക്കും. മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്തറിയിപ്പ്, തദ്ദേശ വാർഡ് പുനർവിഭജന നടപടികൾ പൂർത്തിയായതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കെ-സ്മാർട്ട് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പുതിയ ഡിജിറ്റൽ വീട്ടു നമ്പർ നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പഴയ നമ്പറുകൾ കെ-സ്മാർട്ടിലേക്ക് പോർട്ട് ചെയ്താണ് ഈ പുതിയ നമ്പറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില പഞ്ചായത്തുകളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇതിനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരു മാസത്തിനകം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പുതിയ ഡിജിറ്റൽ നമ്പർ പ്രകാരം കെട്ടിട നികുതി അടയ്ക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. ഇനി മുതൽ പുതുതായി വീട് നിർമ്മിക്കുന്നവർക്കും തൊട്ടടുത്ത വീടിൻ്റെ തുടർച്ചയായുള്ള നമ്പർ തന്നെയായിരിക്കും ലഭിക്കുക. അടുത്തറിയിപ്പ്, ആദായനികുതി നിയമപ്രകാരം ഒരു വ്യക്തിയിൽ നിന്നും വായ്പയായോ നിക്ഷേപമായോ 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായി കൈപ്പറ്റുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ നിയമം ലംഘിച്ച് 20,000 രൂപയ്ക്ക് മുകളിൽ പണമിടപാട് നടത്തിയാൽ സെക്ഷൻ 271D പ്രകാരം കൈപ്പറ്റിയ തുകയ്ക്ക് തുല്യമായ 100% തുക തന്നെ പിഴയായി ഒടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാൾ 30,000 രൂപ പണമായി വായ്പ വാങ്ങിയാൽ 30,000 രൂപ തന്നെ പിഴയടക്കണം. കള്ളപ്പണ ഇടപാടുകൾ തടയുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കടുത്ത പിഴ ഒഴിവാക്കാൻ വലിയ തുകകളുടെ ഇടപാടുകൾ എപ്പോഴും ചെക്ക്, ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകൾ വഴി മാത്രം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ വർഷം ഹാജരാക്കേണ്ടതുണ്ട്. ഈ വർഷം ഇത് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 ആണ്. ഈ രേഖ ഹാജരാക്കാത്തവരുടെ പെൻഷൻ ജൂലൈ മാസം മുതൽ താൽക്കാലികമായി തടസ്സപ്പെടും. പെൻഷൻ സ്റ്റാറ്റസ് അറിയാൻ ഗുണഭോക്താക്കൾക്ക് സേവന പെൻഷൻ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി, കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്നിവയുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക കുടിശ്ശികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ധനവകുപ്പിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും തുക അനുവദിക്കാതെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് ഈ പദ്ധതികൾ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ജൂൺ 19 നടക്കുന്ന ബജറ്റിൽ മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.